അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 18-ാം യൂണിറ്റിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ദ സാക്രഡ് ട്രീ അഥവാ വിശുദ്ധ വൃക്ഷം അല്ലെങ്കിൽ പവിത്രമായിട്ടുള്ള വൃക്ഷം എന്നൊക്കെ പറയാം. ഈ ഒരു കഥയിൽ ഒരു മരം മുറിക്കപ്പെടുകയും ആ മരം മുറിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളെയൊന്നും ചിന്തിക്കാതെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള മീഡിയം വിദ്യാഭ്യാസമുള്ള കുറച്ച് ചെറുപ്പക്കാർ എങ്ങനെ ആ ഒരു മരം മുറിക്കലിനെ നോക്കിക്കാണുന്നു എന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ പറയുന്നത്. ഈ ഒരു ഭാഗം കുറച്ചെന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. ഇതിൽ എന്താണ് കുറച്ച് ടഫായിട്ടുള്ള വേർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെന്താണ് ആദ്യം ആശയം പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ കുറച്ചുകൂടെ വിശദീകരണം കൂട്ടിക്കൊണ്ട് നമുക്ക് അർത്ഥം വെച്ച് പോവാം. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഈ മരം മുറിക്കുന്ന സ്ഥലത്ത് കുറച്ച് ചെറുപ്പക്കാർ, കുറച്ചെന്താണ് വളരെ മീഡിയം ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസമുള്ള കുറച്ച് ചെറുപ്പക്കാർ വളരെ പരിഹാസ രൂപേണ അല്ലെങ്കിൽ തമാശയാക്കിക്കൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പറയുകയാണ്, ഈ ഒരു മരം മുറിക്കുന്നതിൽ, ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു മരം മുറിക്കുന്നതിൽ എന്താണ് അവർക്ക് പ്രശ്നം? ഈ മരം എന്തായിരിക്കാം? ഒരു പക്ഷേ ഈ ഒരു തോട്ടത്തിൻ്റെ നടുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മരമായിരിക്കാം. അതേപോലെ തന്നെ ഈ ഒരു മരത്തിൽ ഒരുപാട് രുചികരമായിട്ടുള്ള ഫ്രൂട്ടുകൾ, ഒരുപാട് പഴങ്ങൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ അതെന്താണ് പഴുക്കുമ്പോഴോ അല്ലെങ്കിൽ കേടുവരുമ്പോഴോ അങ്ങനെ ചാടിപ്പോകുന്ന പഴങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ചില്ലകളിൽ ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന പഴങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഈ ഒരു ഒരുപാട് പഴങ്ങളുള്ള മരമാണെങ്കിലും ഈ ഒരു മരത്തെ മുറിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാദു ഷുബാനില്ലദീന തഅല്ലമു കലീല, വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാർ ഇക്തഫൗ ഫഖത്ത് ബിൽ ഇബ്തിസാം, അവർ എന്താണ് ഒരു ചിരിയിൽ ഒതുക്കി, ഒരു ചെറിയ ചിരി ചിരിച്ചു. അലാമത്ത് സുഹരിയത്ത് വിളിച്ച് ഇസ്തിസാ, പരിഹസിച്ചുകൊണ്ട്, അതിന് പരിഹാസ രൂപേണ അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. മാതാ യുഹിമ്മിമു ഫീ ഷൈഇൻ, അവർക്ക് എന്താണ് പ്രശ്നം? ഫീ ഷൈഇൻ, ഈ ഒരു കാര്യത്തിൽ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഖത് ഷജറത്തിൻ ഫീ മക്കാനിൻ ഖാലിൻ, ഒരു ഒഴിഞ്ഞ സ്ഥലത്തുള്ള മരം മുറിക്കുന്നതിൽ എന്താണ് പ്രശ്നം? മാതാ യുഹിമ്മിമു, ആ ജനങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഹത്ത, അങ്ങനെയാണെങ്കിലും വലോ കാനത്ത് സാമികത്തൻ ഫീ ബുസ്താനിൻ, ആ ഒരു തോട്ടത്തിൻ്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മരം, ആ തോട്ടത്തിൻ്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മരമാണെങ്കിലും അത് എന്താണ് അവർക്ക് പ്രശ്നമുള്ളത്? അതേപോലെ തന്നെ വഖത് തദല്ലത്ത്, ഏതൊരവസ്ഥയിൽ വഖത് തദല്ലത്ത് മിൻഹാ സിമാറുൻ ഷഹിയ, അതിൽ നിന്ന് ഒരുപാട് നല്ല നല്ല രുചികരമായിട്ടുള്ള പഴങ്ങൾ, ഷഹിയത്ത് എന്ന് പറഞ്ഞാൽ രുചികരമായിട്ടുള്ള പഴങ്ങൾ, ആ പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. തസാഖത്തും, അത് വീണ് പോകുന്നുണ്ട്. ബിഫൈൽ നസിയ, അത് പഴുത്ത് പാകമാകുന്ന സമയത്ത്. ഔ ഫസാദിയ, അല്ലെങ്കിൽ അതെന്താണ് ഈ ഒരു കേട് വന്നു പോകുന്ന സമയത്ത്. അല്ലെങ്കിൽ ഔ തൊഴിൽ മുഅല്ലഖത്തൻ, അത് ആ പഴങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഫിൽ ഫുറൂഇ വൽ അഗ്സാനി, അതിൻ്റെ ചില്ലകളിൽ. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഈ ഒരു മരം മുറിക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ അവരെ തടിച്ചു കൂടിയിട്ടുള്ള ആളുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ആ ഒരൊറ്റ മരം മാത്രമുള്ള ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ നടുവിൽ നടക്കുന്ന ഈ ഒരു മരം മുറിക്കലിലേക്കൊന്നും അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. വഖവ ബഅദുഹും യത്ലൂന, ആ ഒരു ചെറുപ്പക്കാരെന്താണ് യത്ലൂന, അവർ എന്താണ് സ്വയം ഇങ്ങനെ നീണ്ടു, അഥവാ നമ്മളൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് എത്തി നോക്കാറില്ല, അതിനു വേണ്ടി സ്വയം നമ്മളിങ്ങനെ നീണ്ടു നോക്കാറില്ലേ, അങ്ങനെ നീണ്ടു നോക്കുന്നു. മുഷഈബീന, അവരെന്താണ് തലകൾ ഇങ്ങനെ ചെരിച്ചു നോക്കുന്നു. യൻദുറൂന ഇലന്നാസി മുതസാഹിമീന, അവിടെ തടിച്ചു കൂടിയിട്ടുള്ള ജനങ്ങളിലേക്കാണ് അവർ നോക്കുന്നത്. ലാ ഇലൽ അമലിയ, ഒരു പ്രവൃത്തിയിലേക്കല്ല. അല്ലതി തതിമു വസ്ത തിൽക്കൽ ബുക്കുക, ആ ഒരു ഭൂമിയുടെ, ആ ഒരു തോട്ടത്തിൻ്റെ നടുവിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് അവർ നോക്കുന്നില്ല. അൽ ഖാലിയത്തി, എങ്ങനെയുള്ള അൽ ഖാലിയത്തി, ആ ഒഴിഞ്ഞ ഭൂമി. ഇല്ലാമിൻ ഷജറത്തിൻ, ഒരൊറ്റ ഷജറിൽ ഒരു ഷജറ ഒഴികെ, ഒരൊറ്റ മരം ഒഴികെ, അഥവാ ഒരൊറ്റ മരം മാത്രമുള്ള ആ ഒരു ഭൂമിയുടെ നടുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ നോക്കുന്നില്ല. വറാ ഷജറത്തി, ആ മരത്തിന് പിന്നിൽ ഹുനാക്ക അൽവാഹുൻ, അവിടെ ചില ബോർഡുകളുണ്ട്. മിനൽ ഇസ്മനത്തിൽ അൽ മുസല്ലഹൈ, അഥവാ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചില ബോർഡുകളുണ്ട്. തുർക്കബു സ്ഥാപിക്കപ്പെട്ടു. ബത്ഇൻ വ ഇത്കാനിൻ, വളരെ ശാന്തതയോടുകൂടെയും അതേപോലെ തന്നെ ഇത്കാൻ, വളരെ കെയർഫുള്ളായിട്ടും അവിടെ സ്ഥാപിക്കപ്പെട്ട ബോർഡുകൾ അതിനുണ്ട്. എങ്ങനെയുള്ള ബോർഡുകളാണ്? ഇംതദത് ഖൽഫ തിൽക്കൽ അൽവാഹൈ, ആ ബോർഡുകൾക്ക് പിന്നിലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയുള്ള ബോർഡുകളാണ്? അല്ലത്തി തെർത്തഫിയു, അത് ഉയർന്നിട്ടുണ്ട്. ഫിസമായി, ആകാശത്തോളം ഉയർന്നിട്ടുണ്ട് ആ ബോർഡുകൾ. അത്രയും വലിയ ബോർഡുകളാണ് ആ ബോർഡുകൾക്ക് പിന്നിലായി ഉയർന്നു വരുന്നുണ്ട്. ഇമാറാത്തുൻ നുഹ്റ, മറ്റ് ചില കെട്ടിടങ്ങൾ. ദാഖിനത്തുൻ, വളരെയധികം ഇരുണ്ട കെട്ടിടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പിന്നിൽ ഉയർന്നു വരുന്നുണ്ട്. അഥവാ ഈ ഒരു മരം മുറിച്ചാണ്ട് അവിടെ ഒരു കെട്ടിടം സ്ഥാപിക്കുകയാണ്, ഒരു ഫാക്ടറി ഉണ്ടാക്കുകയാണ് അവിടെ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുകയാണ് അവിടെ. അപ്പോൾ ആ ഒരു മരം മുറിക്കുന്നതിന് പിന്നിൽ ഒരു ബോർഡുണ്ട്. ആ ഒരു ബോർഡിന് പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ലം തുർക്കബ് ബാദ സുജാജാത്തി നാഫിദിഹ, അതിൻ്റെ നാഫിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലുകളുടെ ചില്ലുകൾ പോലും അല്ലെങ്കിൽ ജനലുകളുടെ ഫ്രെയിമുകൾ പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല, അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല.
ഫബദത്ത് അപ്പോൾ എന്താണ് ആ ഒരു കെട്ടിടം വെളിവാവുന്നതിന് മഫ്തുഹത്തൻ തുറന്നതായ നിലക്ക്. അപ്പോൾ കെട്ടിടത്തിൻ്റെ ചില്ലുകളും അതേപോലെ തന്നെ ജനലും വാതിലൊന്നും വെച്ചില്ലാത്തതുകൊണ്ട് ഒരു തുറന്ന കെട്ടിടമാരിയാണ് ആ ഒരു കെട്ടിടം നിൽക്കുന്നത്. ഏതുപോലെ കഫ്വായി ഹയാനാത്തിൽ ഹറാഫിയ, ഈ ഒരു പുരാതന കഥകളിലുള്ള അല്ലെങ്കിൽ മിത്തിക്കലായിട്ടുള്ള കഥകളിലുള്ള വലിയ വലിയ ഭീമാകാരമായിട്ടുള്ള ജീവികൾ ഉണ്ടാവുമല്ലോ, ആ ജീവികളുടെ വായ പോലെ. ഹറാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തിക്കലായിട്ടുള്ള പുരാണമായിട്ടുള്ള, അതേപോലെ തന്നെ അഫ്വാ എന്ന് പറഞ്ഞാൽ വായ അല്ലെങ്കിൽ ആ ഒരു അർത്ഥമാണുള്ളത്. കാന ഹുനാക്ക അവിടെയുണ്ട് സിയാജുൻ ഒരു വേലി നിർമ്മിച്ചിട്ടുണ്ട്. മിൻ റിജാലിൽ കുവാത്തിൽ ഇഹ്തിയാത്തിയ, ഈ ഒരു ഓക്സിലറി സെക്യൂരിറ്റി ഫോഴ്സിനെ കൊണ്ട്, അഥവാ കുറച്ച് പോലീസുകാർ അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററിയെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വലയം സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെയാണ് ആ ഒരു വലയമുള്ളത്? ബിഷക്കിലിൻ ദായിറത്തിൻ, ഒരു റൗണ്ട് സർക്കിളിൻ്റെ ആകൃതിയിലാണ്. എങ്ങനെയുള്ള വളരെ മതീനത്തിന് വളരെ ടൈറ്റായിട്ടാണ് ആ ഒരു വേലി ഉണ്ടാക്കിയിട്ടുള്ളത്. മുത്തമാസിക്കത്തിൻ, അതേപോലെ തന്നെ വളരെ ഇടുങ്ങിയ രീതിയിൽ. യംനൗ നാസ് മിനൽ ഇഖ്തിറാബി മിനൽ ഉസ്അതി, ആ ഒരു മരം മുറിക്കുക, അതെന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്യുക. ആ ഒരു മരം മുറിക്കുന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ട് പോലീസുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഒരു വേലി നിർമ്മിച്ചിട്ടുണ്ട്. ഹൈസു, എവിടെയാണ് ആ ഒരു വേലിയുള്ളത്? തഷ്മീഹു ഷജറത്തു, ആ മരം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഫൗക്ക മുർത്തഫീൻ അർലിയൻ, ഒരു ഉയർന്ന സ്ഥലം, അഥവാ ഒരു ഉയർന്ന കുന്നിൻ്റെ മുകളിൽ. ബുന്നിയിൽ ലൗനി, ഒരു എങ്ങനെയുള്ള കുന്നാണ്? ബുന്നിയിൽ ലൗനി, തവിട്ട് നിറത്തിലുള്ള ഒരു കുന്ന്, അഥവാ തവിട്ട് നിറത്തിലുള്ള ആ ഒരു കുന്നിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു മരത്തിന് ചുറ്റും ജനങ്ങളിങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ ഒരു മരത്തെയാണ് മുറിച്ച് നീക്കുന്നത്. ആ ഒരു മരം മുറിച്ച് നീക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഒരു വളരെ ശക്തമായിട്ടുള്ള റൗണ്ട് ആകൃതിയിൽ ഒരു വേലി ഉണ്ടാക്കിയിട്ടുണ്ട്, അഥവാ അവരിങ്ങനെ നിന്നുകൊണ്ട് ഒരു വേലി ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നാസു യതസാഹമൂന, ജനങ്ങൾ തിരക്ക് കൂട്ടുകയാണ്. ഖൽഫ സിയാജി റിജാൽ കുവാത്തിൽ ഇഹ്തിതാദിയ, ഈ ഒരു സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഈ ഒരു വേലി ഉണ്ടല്ലോ, ആ വേലിയുടെ പിന്നിൽ ജനങ്ങൾ അങ്ങനെ തിരക്ക് കൂട്ടുകയാണ്. അല്ലദീന കാനോയന, എങ്ങനെയുള്ള സെക്യൂരിറ്റി ഫോഴ്സാണ്? യറുദ്ദൂന ബി അൻഫിൻ, അവർ വളരെയധികം വയലൻ്റ് ആയിക്കൊണ്ടാണ് ഈ ജനങ്ങളോട് പ്രതികരിക്കുന്നത്. ബിദുർബാത്തിൻ, അവരടിക്കുന്നുണ്ട്. അഹൽ അക്താഫി, ജനങ്ങളുടെ ഷോൾഡറുകളിലും അതേപോലെ തന്നെ ഒഴിഞ്ഞ റക്കബി, അതേ തന്നെ മുട്ടുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. അപ്പോൾ തസ്മാവ്, അപ്പോൾ അവിടെ കേൾക്കുന്നുണ്ട്. തുസ്മാവ് അനാത്തിൻ, ഒരുപാട് കരച്ചിലുകൾ, തേങ്ങിക്കരച്ചിലുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. അഥവാ ഇവരെന്താണ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് തേങ്ങിക്കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. വഖദ് യുസ്മാവ് സഹൈഖു തിഫ്ലി, ചെറിയൊരു കുട്ടിയുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. എങ്ങനെയുള്ള കുട്ടിയാണ്? തഹ്തൽ ആസുരി, ഏതോ ആളുകളുടെ കാലുകളുടെ ഇടയിൽ പെട്ടുപോയ ഒരു കുട്ടിയുടെ ശബ്ദം. തെഷ്ബസു, ആ കുട്ടി തൂങ്ങി പിടിക്കുന്നുണ്ട്. ബി ഉമ്മിയിൽ ഹാഫിയത്തിൽ മുത്തമസിക്കത്തിൽ സിയാബി, ആ കുട്ടിയുടെ ഉമ്മ. എങ്ങനെയുള്ള ഉമ്മയാണ്? അൽ ഹാഫിയത്തി, ആ ഉമ്മയുടെ പാദങ്ങൾ, ആ ഉമ്മയുടെ കാലുകൾ എന്താണ്? നഗ്നമാണ്. അതേപോലെ തന്നെ മുമസിക്കത്തി സിയാബി, അതേ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുള്ള, വസ്ത്രം കീറിയ നഗ്നപാതയായിട്ടുള്ള ആ ഒരു മാതാവിൻ്റെ കയ്യിൽ പിടിച്ചു തൂങ്ങുന്ന ഒരു കുട്ടിയുടെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. ആ ഒരു സമയത്തും അയനാക്കു ബാദു ഷുബാനിൽ മുത്തഅല്ലിമീന, ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ ഒരു യുവാക്കൾ അവിടെ ഇങ്ങനെ തല ചരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഫിൽ ഖൽഫി, അതിൻ്റെ പിന്നിലായിട്ട് മാ തസാലു തഷ്റൈബു, അവരെന്താണ് ഇങ്ങനെ തല ചരിച്ചിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാല അഹദുവും ലിദി ജാനിബി, അപ്പോൾ അവിടെ ആ ഒരു യുവാക്കളിൽ നിന്ന് ഒരാൾ തൻ്റെ അരികിലുള്ള ഒരാളോട് പറഞ്ഞു, ഹാല അഹ്സനമാ ഫഅലത്ത് ദൗലത്തു, ഈ ഒരു രാഷ്ട്രം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം ഈ ഒരു മരം മുറിക്കലാണ്. ഇവിടെ ഇങ്ങനെ എന്താണ്, ജനങ്ങളെ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് മർദ്ദിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് കുട്ടികളുടെ കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഒരു യുവാക്കൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾ എന്താണ്, ഒന്നും കൂസലാക്കാതെ അവരെന്താണ് ആ ഒരു മരം മുറിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അവരെന്താണ്, അവരിൽ ഒരാൾ തൻ്റെ അടുക്കലുള്ള ഒരാളോട് പറയുകയാണ്, ഇതാണ് ഈ ഒരു രാഷ്ട്രം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ വെച്ച് ഏറ്റവും നല്ല കാര്യം, അഥവാ ഇവിടെ എന്താണ് കൂടുതൽ പുരോഗമനം കൊണ്ടുവരികയല്ലേ, അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് അയാൾ ഇങ്ങനെ പറയുകയാണ്. മാതാ യുഹിമു കാന്ത മിമാ തഫ്അലു ദൗലത്തു, ഈ ഒരു രാഷ്ട്രം ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നിനക്കെന്താണ് പ്രശ്നം? ഈ ഒരു മരത്തെ മുറിക്കുക എന്താവുകയില്ല. ലാ യുഹിമുന ഫീ ഷൈഇൻ, ഒരു തരത്തിലും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ ബാദുദ്ദീൻ, നാളെ കഴിയുമ്പോൾ സോഫത്തുബിന ഫി മക്കാന ഇമാറത്തുൻ ജദീദ, ഈ ഒരു മരത്തിൻ്റെ സ്ഥലത്ത് ഇമാറത്തുൻ ജദീദ, ഒരു പുതിയ കെട്ടിടം എന്താകും വരും. ലം തുഹിമുന ഐദൻ ഫീ ഷൈഇൻ, അതും നമുക്കെന്തല്ല ഒരു പ്രശ്നമല്ല. വലൻ അദാ സമന ഖറായിഹ, ആ ഒരു കെട്ടിടത്തിൻ്റെ റെൻറ്റ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ്, അതിൻ്റെ വാടകയുടെ പൈസ, ആ പൈസ അവരെന്താവുകയില്ല, ഇട്ട് തരികയില്ല. ഫീ ജൈബിക്ക, നിൻ്റെ പോക്കറ്റിൽ ഇട്ട് തരികയുമില്ല. അഥവാ ഈ ഒരു മരം മുറിക്കുന്നതിൽ എന്തില്ല, നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. ഇവിടെ പുതിയൊരു കെട്ടിടം വരും, ആ പുതിയ കെട്ടിടത്തിൻ്റെ വാടകയുടെ പൈസ നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഒരു മരം മുറിക്കുന്നതിൽ എന്തില്ല, നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം ഈ നാട്ടിൽ എന്താണ്, ഈ പുരോഗതി ഉണ്ടായാൽ മതിയാകും.
വികസനം ഉണ്ടായാൽ മതിയാകും. അലാ കുല്ലി ഹാലൻ എല്ലാ അവസരത്തിലും യജിബുൽ ഖളാഉ അലാ മിസ്ലി തിൽക്കൽ ഖറാഫാത്ത് ഇത്തരത്തിലുള്ള മിത്തിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, ഖറാഫാത്ത് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ പുരാണമായിട്ടുള്ള വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിർത്തലാക്കേണ്ടതുണ്ട്. അഥവാ ഇതൊരു വിശുദ്ധമായിട്ടുള്ളൊരു മരമല്ലേ, ഈ മരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ലഖദ് ദല്ലു യഖ്തുസൂന തിൽക ഷജറ, ആ മരത്തെ അവർ ആരാധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്ത് ചെയ്യണം? നിർത്തലാക്കണം. അതിന് ഇത്തരത്തിലുള്ള മരങ്ങൾ എന്ത് ചെയ്യണം? മുറിച്ച് കളയണം. ഈ മരം മുറിച്ചാലും നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിർത്തലാക്കണം എന്നാണ് ആ ഒരു യുവാവ് പറയുന്നത്. സൗഫ യഅബുദൂന അക്സറം ബിമുജറദി ഖത്ഇഹ, ഒരു പക്ഷേ ഈ ഒരു മരത്തെ മുറിച്ച് കഴിഞ്ഞാൽ ഇതിനെ ആരാധിച്ചിരുന്ന ആളുകൾ ഒന്നുകൂടെ കൂടുതൽ ആരാധിക്കാമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? വയൽ അക്സി, അല്ലെങ്കിൽ എന്താണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സൗഫ യുൻസൂന കുല്ലഷൈൻ, ഒരു പക്ഷേ എന്തായി അവരെല്ലാം മറന്നു പോയേക്കാം. അപ്പോൾ ഈ മരം മുറിക്കലോട് കൂടെ ഒരു പക്ഷേ അവരെന്താണ് ഈ ഒരു മരത്തെ കൂടുതൽ വീണ്ടും ആരാധിച്ചേക്കാം. അല്ലെങ്കിൽ എല്ലാം മറന്ന് അവരെന്താവാം? ഈ ഒരു മരത്തെ ഒഴിവാക്കുകയും ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ഒരു കഥ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എക്സസൈസുകൾ ഈ ഒരു ഭാഗത്തുണ്ട്. 2 എക്സസൈസുകൾ ഈ ഒരു ഭാഗത്തുണ്ട്. അതിലൊന്നാമതായിട്ടുള്ളതാണ്, നിങ്ങൾ 3ാമത്തെ എക്സസൈസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ പ്ലൂറൽ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ അതിൻ്റെ പ്ലൂറലാണ്, അഥവാ അതിൻ്റെ ആണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഏകവചനങ്ങളാണ്, അതിൻ്റെ ബഹുവചനങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അതിലൊന്നാമതായി കൊടുത്തിട്ടുള്ളത് അൽ ജയ്ബ്. ജയ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. അതിൻ്റെ പ്ലൂറലായിട്ടുള്ളത് അൽ ജുയൂബ് എന്നുള്ളതാണ്. രണ്ടാമത്തത് അദ്ദൗല. ദൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രം എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാജ്യം എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പ്ലൂറലായിട്ടുള്ളത് അദ്ദുവൽ അഥവാ രാജ്യങ്ങൾ. മൂന്നാമതായിട്ടുള്ളത് കിതാഅത്ത്. കിതാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം, പീസ് എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആയിട്ട് വരുന്നത് കിതാഅ് എന്നുള്ളതാണ്. അതിൻ്റെ നാലാമതായിട്ടുള്ളത് അൽ കത്തിഫ്. കത്തിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പ്ലൂറലായിട്ടുള്ളത് അൽ അക്താഫ് എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ളത് അൽ കുവ്വ. അൽ കുവ്വ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, പവർ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പ്ലൂറലായിട്ടുള്ളത് അൽ കുവ്വ എന്നുള്ളതാണ്. ആറാമതായിട്ടുള്ളത് ലൊർബത്ത്. ലൊർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പ്ലൂറലായിട്ടുള്ളത് ലൊർബാത്ത്, അടികൾ. ഏഴാമതായിട്ടുള്ളത് സുജാജത്ത്. സുജാജത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു പളുങ്കുകൾ അഥവാ ചില്ലി എന്നുള്ള അർത്ഥമാണ് ശരിക്കും സുജാജത്തിൻ്റെ അർത്ഥം വരുന്നത്. അതിന് ജംഅ് വരുന്നത് സുജാജാത്ത് എന്നുള്ളതാണ്. എട്ടാമതായിട്ടുള്ളത് അഷാബ്. ഷാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാവ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ജംഅ് ആയിട്ടുള്ളത് ഷബ്ബാബ് എന്ന് പറയാം. അതേപോലെ തന്നെ ഷുബാന് എന്നും പറയാം. നമ്മുടെ പാഠത്തിൽ ഷുബാൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഒമ്പതാമതായിട്ടുള്ളത് ലൗഹ. ലൗഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ്, പാനൽ, പട്ടിക എന്നുള്ള അർത്ഥമാണ്. അതിനുള്ള ജംഅ് ആയിട്ടുള്ളത് അൽവാഹ്, അൽവാഹ് എന്നുള്ളതാണ്. പത്താമതായിട്ടുള്ളത് അന്നാഫിദ. നാഫിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനൽ, വിൻഡോ എന്നുള്ള അർത്ഥമാണ്. അതിന് ജംഅ് ആയിട്ടുള്ളതാണ് അന്നവാഫിൽ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠം എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഒരു ഫില്ല് ചെയ്യാനുള്ള ആ ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമതായിട്ടുള്ളത് മാലായുഹിമവും ഹത്താ വലൗ കാനത്ത് സാബിഖത്തൻ എന്നുള്ളതാണ് അവിടെ ശരി. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തത് അന്നാസു യതസാഹിമൂന ഖൽഫ സിയാജി റിജാലി അൽ ഖുവ്വത്തിൽ ഇഹ്തിതാത്തിയ എന്നുള്ളതാണ്, ഖുവ്വത്ത് എന്നുള്ളതാണ് ശരി. മൂന്നാമത് നോക്കുകയാണെങ്കിൽ തുബിന ഫി മക്കാനിഹ ഇമാറാത്തുൻ ജദീദ, ഇമാറാത്ത് എന്നുള്ളതാണ് അവിടെ ശരി. നാലാമതായിട്ടുള്ളത് തർഫഉ ഫിസ്സമായി അല്ലതി തർഫഉ ഫിസ്സമായി ഇമാറാത്തുൻ ഉഖ്റ, അവിടെ ഇമാറാത്ത് എന്നുള്ളതാണ് ശരി. നാലാമതായിട്ടുള്ളത് വഖദ് തദല്ലത് മിൻഹ സിമാറുൻ ഷഹിയ തതസാഖത്ത് ബിഫിയാലി, തതസാഖത്ത് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. അടുത്തതിൽ ഫബദത് മഫ്തുഅത്തൻ കഫ്വായി ഹൈവാനാത്തിൻ ഖറാഫിയ എന്നുള്ളതാണ് ശരി. അടുത്തതായിട്ടുള്ളത് വഖഫ ബഅദുഹും യത്ലൂന മുശ്രിഇബീന എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. അതേപോലെ തന്നെ കാന ഹുനാക സിയാജുൻ മിൻ റിജാലിൽ ഖുവ്വത്തിൽ ഇഹ്തിതാത്തിയ, ഖുവ്വത്ത് എന്നുള്ളതാണ് അവിടെ ശരി. അടുത്തതായിട്ടുള്ളത് ഹൈസു തഷ്മിഹു ഷജറത്തു, തഷ്മിഹു എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത് അലാ കുല്ലിൻ യജിബുൽ ഖളാഉ അലാ മിസ്ലി തിൽക്കൽ ഖറാഫാത്ത് എന്നുള്ളതാണ് അവിടെ ശരി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പാഠങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് എക്സാം ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറച്ച് റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ആ ഒരു എക്സാം ടിപ്പ് എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഏതായാലും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണ്. ഇത് മുഴുവൻ ഇരുന്ന് കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇത് വളരെ സിമ്പിളായിക്കൊണ്ട് 1-2 മണിക്കൂർ കൊണ്ട് മുഴുവനായിട്ടും പഠിച്ചു തീർക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയേ ഒരു ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളൂ. എന്തൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ വ്യക്തമാകും. കുറേ പഠിക്കുന്നതല്ല, മറിച്ച് പഠിക്കേണ്ടത് എന്താണോ പഠിക്കേണ്ടത് അതാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അത് പഠിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പരീക്ഷയിലൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അതിൻ്റെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കിട്ടും. അതേപോലെ തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താണ്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, ഒന്ന് നോക്കി നോക്കുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നോക്കണം. അതേപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റിലുള്ള എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങൾ ആണ് ചോദ്യം വരിക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് എക്സാം ടിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ടെക്സ്റ്റിൽ നിന്നാണെങ്കിലും എല്ലാ വർഷവും റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസിനെയും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഏതായാലും നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.